അപ്പോൾ അതാ ഇന്ന് നമ്മൾ വീണ്ടും ലുലുവിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഫിഷും മീറ്റും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കാറ്. ലുലു സ്പോൺസർ ചെയ്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് മേടിക്കണം എന്ന് നമ്മൾ എല്ലാം അങ്ങനെ പരതി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്നും അടക്കി ബ്ലാക്ക് ടൈഗർ കാര പിന്നെ തിരിച്ചു വന്നു അത് തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ആ ഒരു ലുക്കും വലിപ്പവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് തന്നെ മേടിച്ചു. അതവർ നമുക്ക് നന്നാക്കിയാണ് മേടിച്ചത്. നന്നാക്കിയാലും അതിൻ്റെ ആ ഒരു ബ്ലാക്ക് വെയിനൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് ഒന്നും കൂടെ ക്ലീൻ ചെയ്തു. മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സിമ്പിളായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, വേറെ മസാലാസ് ഇല്ല, ഉലുവാപ്പൊടി ഇല്ല, അങ്ങനത്തെ ആഡംബരങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ തനതായിട്ടുള്ള ഫ്ലേവേഴ്സ്, ആ കൊഞ്ചിൻ്റെ ചെറിയൊരു മധുരവും അതിൻ്റെ ഒരു തനതായിട്ടുള്ള ഫ്ലേവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു മറച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. കൂടുതൽ ഫ്രൈ ആവരുത്, റബ്ബറി ആയിപ്പോവും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എനിക്ക് അധികം മസാലാസൊന്നും ഇടാതെ, അധികമല്ല ഒരു മസാല ഇട്ടിട്ടില്ല, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ വറക്കുമ്പോഴാണ് കൊഞ്ചിന് അതിൻ്റേതായിട്ടുള്ള ഫ്ലേവർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.